വി ഡി സതീശൻ നമുക്കറിയാം, അദ്ദേഹം എപ്പോഴും കാറിൻ്റെ മുൻ സീറ്റിലാണ് ഇരുന്ന് യാത്ര നമ്മൾ കണ്ടിട്ടുള്ളത്. എപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹം ബാക്ക് സീറ്റിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി പാവം ബാക്ക് സീറ്റിൽ ആ കൂടെ ഞെരിഞ്ഞ് ഇങ്ങനെ ഒരു കുറേ പേരുടെ ഇടയിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ ആകട്ടെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാറിൽ, അദ്ദേഹത്തിൻ്റെ ഇന്നോവ കാറിൽ ഇടതുവശത്ത് അദ്ദേഹം മാത്രം ഇരിക്കുന്നത് ചിലപ്പോൾ വൈഫ് ഉണ്ടെങ്കിൽ ചില അടുത്ത ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരുപാട് ആളെ കൊണ്ട് യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, മുഖ്യമന്ത്രി ആയാലും വി ഡി സതീശൻ ഈ ഫ്രണ്ട് സീറ്റ് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് ഇരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കൗതുകകരമായ ചോദ്യമാണെങ്കിൽ പോലും പലരും ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. മുഖ്യമന്ത്രി ഇപ്പം സതീശൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യുമെന്നാണ് പോലീസിന് ഇപ്പം നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. പോലീസ് ആദ്യമേ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്ര ഒരു നിർദ്ദേശം സതീശൻ്റെ ഓഫീസിന് കൊടുത്തിട്ടുണ്ട്. പിറക് സീറ്റിലോട്ട് മാറണം, ഇതൊരു സുരക്ഷാ പ്രശ്നമാണ്. ഫ്രണ്ട് സീറ്റിൽ നിന്ന് എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക പാടാണ്. അവിടെ എപ്പോഴും ഗൺമാൻ ഇരിക്കേണ്ട സീറ്റാണ് സ്വാഭാവികമായിട്ട് ടെക്നിക്കലി. അതുകൊണ്ട് അത് ചെയ്യണം എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ സതീശൻ അങ്ങനെ ചെയ്യില്ല. ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇരിക്കും. ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ മാർഗവും കൂടെയാണ് ഈ ഫ്രണ്ട് സീറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വി കെ കൃഷ്ണനാണ് അത് എന്ന് ജീവിതത്തിൽ. അതെ, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ സതീശൻ ഇതുവരെ MLA എന്നതിലുപരി ഒരു പദവിയും വഹിക്കാത്ത ഒരാളാണ്. പ്രതിപക്ഷ നേതാവാണ്. അതെ, പദവി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്യാബിനറ്റ് ഇരിക്കുമ്പോഴും ഇത് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നാണ് പോയത്. ഈ ക്യാബിനറ്റ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് 20 വർഷവും അദ്ദേഹം ഈ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാണ് ആളുകളുമായിട്ട് സംവദിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകളുമായിട്ട് സംവദിക്കുക, ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് കൈ കാണിക്കുക. അതെ, അതായത് ഫ്രണ്ടും കിട്ടും, ഈ വ്യൂവും സൈഡ് വ്യൂവും കിട്ടും, പിന്നെ ഈ ഫുൾ വ്യൂവും കിട്ടും. ബാക്കി ഇരുന്നാൽ കിട്ടത്തില്ല, വ്യൂ കിട്ടത്തില്ല. അപ്പം പെട്ടെന്ന് പോകുന്ന ആരെങ്കിലും നമ്മളെ ശ്രദ്ധിച്ചാൽ തന്നെ എല്ലാം നമുക്ക് കാണാൻ പറ്റും, അവരെ കൈ കാണിക്കാൻ പറ്റും, ആക്ഷൻ കാണിക്കാൻ പറ്റും. അപ്പോൾ ആളുകളെ കൂടുതലോട്ട് അടുപ്പിക്കാനുള്ളൊരു ടെക്നിക്കാണ് ഈ ഫ്രണ്ട് സീറ്റിലെ യാത്ര. പക്ഷേ ഉമ്മൻചാണ്ടി പോലും ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ടില്ല. അതിന് ഉമ്മൻചാണ്ടിക്ക് വേറൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി കൂടുതൽ ഉറങ്ങുന്നത് കാറുകളിലായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ബാക്ക് സീറ്റിലേക്ക് ഇരുന്നത്. അദ്ദേഹത്തിന്റെ ഉറക്കം എല്ലാം കാറിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ സഹപ്രവർത്തനം TV ലാൽ മനോരമയുടെ അവരുടെ ഈ ഒരു പിന്നെ മാഗസിനിൽ ഒരു ഉമ്മൻചാണ്ടി ഡ്രൈവർ എൻട്രി, പ്രമുഖ ഡ്രൈവർമാർ എൻട്രി ചെയ്താൽ ഉമ്മൻചാണ്ടി ഡ്രൈവറിന് എൻട്രി ചെയ്തിട്ടുണ്ടാകും. അന്ന് അംബാസഡർ കാറാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അയ്യോ എല്ലാവരും വന്ന് കയറി ഇടിച്ചങ്ങ് കയറിയിരിക്കും, ഉമ്മൻചാണ്ടി അവസാനം സൈഡിൽ എവിടെയെങ്കിലും പുള്ളി വളരെ ഞെരുങ്ങി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇരിക്കണേന്നാണ്. കാരണം ഉമ്മൻചാണ്ടി എല്ലായിടത്തും നോറയില്ലല്ലോ, എല്ലാവരും കൂടെ ഓടിയുന്ന മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി എല്ലാവരും സ്വന്തമാണല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഓടി നിന്ന് കയറും. അപ്പോൾ ഇത് പലപ്പോഴും ഡ്രൈവർ വളരെ ബുദ്ധിമുട്ടിയാണ് വണ്ടി ഓടിച്ചിരുന്നത് പറയും. കാരണം ഫ്രണ്ട് സീറ്റിലും അന്ന് ഈ ബക്കറ്റ് സീറ്റല്ല, ഒറ്റ സീറ്റല്ലേ, സിംഗിൾ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ കാര്യം കഷ്ടത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഡ്രൈവറിൻ്റെ ഉമ്മൻചാണ്ടിൻ്റെയും കാര്യം, ഗൺമാൻ എല്ലാവരും കൂടെ ഈ കാറിനകത്ത് കയറി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ദുരിതമാണ്. പണ്ട് കേരളത്തിൽ ഒരു മന്ത്രി ഫ്രണ്ട് സീറ്റിൽ നിന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ കാലാവധിയിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, നീൽ ലോഹിദാസ് എന്നാണ്. ഓക്കെ, അവൻ രസകരമായ കാര്യം, നീൽ ലോഹിദാസ് എപ്പോഴും കാരണം ഫ്രണ്ട് സീറ്റ് ഇരിക്കും. അദ്ദേഹം പണ്ടുപോലെ അദ്ദേഹത്തിൻ്റെ താല്പര്യം അങ്ങനെയാണ്, ഫ്രണ്ട് സീറ്റ് ഇരിക്കും. മന്ത്രി ആയപ്പോൾ അദ്ദേഹം ഫ്രണ്ട് സീറ്റ് തന്നെ ഇരുന്നു, ഗൺമാൻ ബാക്കി ഇരിക്കും. അങ്ങനെ ഒരു കാര്യം തമാശ പറഞ്ഞ സത്യമാണെന്ന് അറിഞ്ഞില്ല. ആ സ്ഥലത്ത് ചെന്ന് ഒരു ചടങ്ങിനെ ഒന്ന് ചെന്നപ്പോൾ അപ്പോൾ ആൾ ഓടി എത്തി. അപ്പോൾ ആദ്യം ഗൺമാനിക്ക് ഇറങ്ങിയ ഗൺമാനെ തൊഴുതു എന്നതാണ് മന്ത്രി എന്നുള്ള ധാരണയിൽ. കൃത്യമായിട്ട് മകൻ ഫ്രണ്ടിൽ നിന്ന് വേറെ ആൾ ഇറങ്ങി പറഞ്ഞു. അപ്പോൾ ഇതാണോ മന്ത്രി? അപ്പോൾ തമാശ കഥ ആയിരിക്കാം ഇത്. എങ്കിൽ പോലും ഈ ജനങ്ങളെ രമേശ് മന്ത്രി ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനൊക്കെ ഏറ്റവും പറ്റിയ സംവിധാനം ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതാണ്. പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹം ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക. ഈ ഫ്രണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അംഗീകാരത്തിന്റെ സീറ്റായി പോലും കരുതുന്നവരുണ്ട്. ഇപ്പം ഞാൻ മഞ്ചൂരാണല്ലോ, ഞങ്ങളവിടെ ഞാൻ പേര് പറയുന്നില്ല, അതിപ്രശസ്തനായ ഒരു സിനിമാക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കുടുംബസ്ഥനും അച്ഛനോട് അമ്മയോടും ഒക്കെ വളരെ അടുപ്പമുള്ള വളരെ സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പക്ഷേ കാറിൽ പോകുമ്പം ഫ്രണ്ട് സീറ്റിലേ ഇരിക്കുള്ളൂ എപ്പോഴും. അങ്ങനെയാണ്. ഫ്രണ്ട് സീറ്റ് ഇരുന്ന് യാത്ര ചെയ്യാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. നല്ലൊരു മനുഷ്യനാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അച്ഛനുമായിട്ടുള്ള കാർ യാത്ര അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. കാര്യം അച്ഛൻ വരുമ്പം അച്ഛനെ ബാക്കിലിരുത്തിയിട്ട് പുള്ളിക്ക് ഫ്രണ്ട് ഇരിക്കാനുള്ള മാനസിക വിഷമം കാരണം പുള്ളി അച്ഛനുമായിട്ട്, ഞങ്ങളവിടെ എപ്പോഴും പറയാമായിരുന്നു, ഇന്നയാൾ അച്ഛനുമായിട്ട് കാറിൽ പോകത്തില്ല. കാര്യം ഇതാണ്. കാര്യം അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കണമല്ലോ. അച്ഛനെ ബാക്കി ഇരുത്തുന്നത് അച്ഛന് കൊടുക്കുന്ന ഒരു ബഹുമാനക്കുറവാണല്ലോ. അപ്പം ഈ ബഹുമാനക്കുറവ് അച്ഛന് കൊടുക്കാനുള്ള മടി കാരണം ഈ മകൻ അച്ഛനുമായിട്ടുള്ള കാർ യാത്ര പരമാവധി ഒഴിവാക്കും. അപ്പോൾ ഈ ഫ്രണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനത്തിന്റെ സീറ്റാണ്, ആളുകൾ ബഹുമാനിക്കുന്ന, അതായത് ഒരാൾ സ്വസ്ഥമായി ഇരിക്കുന്ന സീറ്റാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുക, ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പം ഇപ്പം പലപ്പോഴും പല നേതാക്കളുടെ ഗ്രൂപ്പ് ചർച്ചകളൊക്കെ നടക്കുന്ന കാറിനുള്ളിലാണ്. മാത്രമല്ല ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് പദപ്രയോഗം പോലെ. അതിന് കേരളമാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ ആള്. ഉമ്മൻചാണ്ടി ബാക്കി ഇരുന്ന് അറിയാലോ, ഉമ്മൻചാണ്ടിയുടെ ഒരു ഗ്രൂപ്പിലെ ഒരു പരമാവധി ആളുകൾ ചിലപ്പം
6 പേര് കൊള്ളാവുന്ന കാറിൽ ചിലപ്പോൾ 10 പേര് കാണും. അത് അംബാസഡർ കാറാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അത് പിന്നീടാണ് അദ്ദേഹം കഴിഞ്ഞ മുഖ്യമന്ത്രി ആയപ്പോഴാണ് അദ്ദേഹം ഇന്നോവ കാർ വേണമെങ്കിൽ പുള്ളിയുടെ സീറ്റിൽ 5 പേരെയും പുള്ളി ഇരുന്നു. പുള്ളിക്ക് അതൊരു പ്രശ്നമല്ല, കാര്യം നടക്കണമെന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഒരു. അപ്പോൾ ഡ്രൈവറോട് അന്ന് ഈ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി ദേഷ്യം വരാത്ത ആളാണല്ലോ, ഉമ്മൻചാണ്ടി ശരി ദേഷ്യം വന്നാൽ എന്തായിരിക്കും അദ്ദേഹം പറയുക എന്ന് ചോദിച്ചത്. കഷ്ടം എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു അത്ര കഠിനമായ വാക്കെന്ന് പറയും. കഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്ത സാധനം തെറി വിളിക്കുന്നതിന് സമമാണെന്നാണ് കഷ്ടം എന്നുള്ള വാക്ക്. അപ്പൊ എന്തായാലും പക്ഷേ സതീശന്റെ ഈ കാർ യാത്രയിൽ പോലീസിന്റെ ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷെ സതീശൻ അത് ഒരിക്കലും മാറാൻ സാധ്യതയില്ല. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രണ്ട് സീറ്റിലാണ് യാത്ര ചെയ്യുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാർ എന്ന് പറഞ്ഞാൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള കാറാണ്. വളരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും അതിന്റെ ഗ്ലാസുകൾ എല്ലാം. റേഞ്ച് റോവറിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ 2 വണ്ടിയും ബാക്കിൽ 2 വണ്ടിയും ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരുപാട് സൈഡിൽ വണ്ടി ഉണ്ടാവും. അപ്പം ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ വളരെ കൂടുതലാണ്. അപ്പം പക്ഷേ സതീശൻ കേരളത്തിൽ നിലവിൽ സതീശന് സുരക്ഷാ പ്രശ്നമൊന്നും ഇല്ല. അതുകൊണ്ട് സതീശൻ എസ്കോർട്ടിലും പൈലറ്റും ഒക്കെ ഉപയോഗിച്ച് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടമാണല്ലോ. മാത്രമല്ല എനിക്ക് വളരെ നോട്ടീസിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ വിളിച്ച ഫംഗ്ഷനൊക്കെ ബി ഡി സതീശൻ വരുമ്പോൾ അദ്ദേഹം ക്യാബിൻ റാങ്ക് ആണല്ലോ, അദ്ദേഹം എസ്കോർട്ടും പൈലറ്റൊക്കെ ആയിട്ട് തന്നെ വരുന്നത്. പക്ഷേ അദ്ദേഹം സ്വയം ഡോർ തുറന്നിറങ്ങും. ഈ ഗവൺമെൻ ബാക്കിൽ നിന്ന് ഇറങ്ങി ഡോർ വെക്കാൻ അദ്ദേഹം വെയിറ്റ് ചെയ്യും. അദ്ദേഹം ഡോർ വന്നങ്ങ് ഇറങ്ങും. AK ആന്റണി 77 മുഖ്യമന്ത്രി ആ സമയത്ത് ഇതുപോലെ ഈ ഗവൺമെൻ ഡോർ തുറക്കാമെന്ന് അദ്ദേഹം പറഞ്ഞ് ഒരു ഡോർ തുറക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടെന്ന്. എൻ്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഞാൻ തുറന്നോളാം. ഡോർ നമ്മുടെ പല നേതാക്കന്മാർ എന്തിനും ഉദ്യോഗസ്ഥന്മാർ വരും, അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഗവൺമെൻ അല്ലെങ്കിൽ സഹായ ഡ്രൈവറെ ഇറങ്ങി ഡോർ തുറന്ന് പിടിച്ചു കൊടുക്കുന്നത് വരെ വലിയ സോഷ്യലിസം പറയുന്ന നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് സർവാധിത്യം പറയുന്ന നേതാക്കന്മാർ പോലും കാത്തിരിക്കും ഈ ഡോർ തുറന്ന് പിടിച്ചു കൊടുക്കുക. അതൊരു അവർ നേരത്തെ പറഞ്ഞ ഡമ്പാണ്, ഡമ്പിൻ്റെ ഭാഗമാണത്. ഏതായാലും ഇത് വി.ഡി. സതീശൻ ഒരുപാട് നല്ല മാതൃകകൾ കൊണ്ടുവരട്ടെ എന്നുള്ളതാണ്. പക്ഷേ പിൻ സീറ്റിലിരുന്നാലും അതൊരു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അതെ, പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഓരോരുത്തരുടെ അതൊരു സമൂഹത്തിനൊരു വലിയ മാറ്റമൊന്നും കൊണ്ടുവരുന്നില്ല ഈ ആഡംബരത്തെ. പക്ഷേ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചാൽ അതാണ് നല്ലത്. നല്ല മാതൃക കൊണ്ടുവരുന്നത്. ഞാൻ ബാക്ക് സീറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന യാത്രയുള്ളൂ എന്നുള്ള പിണറായി, അത് ആൾ ഇനി പെട്ടെന്ന് അങ്ങോട്ട് ഈ പിണറായിയും പീഡിച്ച് ഒരുപാട് കാര്യങ്ങൾ താരതമ്യമുള്ള സാധ്യതയാണ്. അതിലൊന്നായിട്ട് മാത്രം ഈ സീറ്റ് അതെന്നാലും മാത്രം നമ്മൾ കണക്കാക്കി. നമ്മൾ ഇതൊരു വലിയ ഗൗരവതര വിഷയം നമ്മൾ കണക്കാക്കി. ഇനി ഡോറും കൂടെ സതീശൻ സ്വന്തമായിട്ട് തുറന്ന് ഇറങ്ങിയാൽ അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല മാതൃകയായിട്ട് മാറും. സ്വയം ഡോർ തുറന്ന് ഇറങ്ങുക. ആന്റണി പറഞ്ഞത് എനിക്ക് ഡോർ വെക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ. അതെ, എന്തായാലും അദ്ദേഹം ആന്റണിയെ മോഡലാക്കി തന്നെ ഭരിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ തരുന്നത്. ഈ ചെലവ് ചുരുക്കലും വീട് പിടിപ്പിക്കില്ല എന്നൊക്കെ പറയുന്ന ആ മോഡൽ തന്നെയാണ്. അപ്പം ഈ കാർ യാത്രയിലും ആഡംബരം കുറച്ച് ആന്റണിയുടെ മോഡൽ. അതേപോലെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിക്ക് കൊച്ചിയിലേക്ക് പോകണമെങ്കിലേ ഇപ്പോൾ ഇവിടെ നല്ല വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട്, ഫ്ലൈറ്റ് ഉപയോഗിക്കാം. ഇപ്പം അദ്ദേഹം പോയതുപോലെ ഫ്ലൈറ്റ് ഉപയോഗിക്കാം. പിന്നെ ഇതൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ മാത്രം കാർ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മെയിൻ റോഡിൽ കൂടെ മുഖ്യമന്ത്രി കാറിൽ എറണാകുളം വരെ പോകുക. അത്തരം സാധ്യതകളൊക്കെ, ആധുനിക സാധ്യതകളൊക്കെ അദ്ദേഹം ഉപയോഗിക്കണമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വി.ഡി. സതീശൻ ഇത്രയും ചുരുങ്ങിയ സുരക്ഷാ സംവിധാനത്തിൽ യാത്ര ചെയ്യുവാൻ തടയാൻ ഇറങ്ങാനും ഒക്കെ തന്നെ വരും. അതും ഇന്നലെ തന്നെ പോലീസ് മേധാവിക്ക് സതീശൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കരിങ്കൊടി പ്രക്ഷോഭങ്ങളെ എന്നും തടയരുത്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന സൂചന കരിങ്കൊടി പ്രക്ഷോഭം ഉണ്ടായാൽ അവിടെ വണ്ടി നിർത്തി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ ഞാൻ പോകുള്ളൂ എന്നാണ്. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വന്നാൽ കേരളത്തിലെ കരിങ്കൊടി പ്രതിഷേധങ്ങളും റോഡ് വഴി തടയലും എല്ലാം ഇല്ലാതാവും. കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ BJPക്കാർ കഴക്കൂട്ടം മണ്ഡലത്തിൽ തടയാൻ വന്നു രാത്രി. അദ്ദേഹം കാറ് നിർത്തി ഇറങ്ങി. പോലീസ് പറഞ്ഞാൽ ഇത് എൻ്റെ പിള്ളേരാണ്, എന്താണ് അവരുടെ കാര്യം എന്ന് ചോദിച്ചു. അവർ വെട്ടുപോയി. പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് കേസൊന്നും എടുക്കണ്ട, അവർക്ക് എന്നെ തടയാനും പ്രതിഷേധിക്കാനും എല്ലാം അവർ തടഞ്ഞോട്ടെ. പക്ഷെ പിന്നീട് കടകംപള്ളി ആരും തടഞ്ഞില്ല എന്നുള്ളതാണ്. അതൊരു വലിയ വിവാദ സമയത്തായിരുന്നു. പക്ഷെ പിന്നീട് കടകംപള്ളി ആരും തടഞ്ഞില്ല. കാര്യം അതാണ് മാതൃക. എപ്പോഴും നമ്മൾ സതീശന് അത്തരം മാതൃകകൾ സൃഷ്ടിക്കുമെന്നാണ്. നല്ല മാതൃകകൾ സൃഷ്ടിക്കും, നല്ല സൃഷ്ടിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ കാർ യാത്ര ഇതൊരു വലിയ ഗൗരവതര വിഷയം അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള നമ്മൾ എപ്പോഴും ഒരാളിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് അയാൾ ചെയ്യുന്ന വലിയ കാര്യത്തിലൂടെ, അയാൾ ചെയ്യുന്ന ചെറിയ കാര്യത്തിലൂടെ പലരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ആയാലും ഞാൻ പഴയതുപോലെ ഫ്രണ്ട് സീറ്റിൽ സഞ്ചരിക്കുമെന്ന് പറയുന്നത് ഞാൻ പഴയതുപോലെ തുടരുമെന്നതിൻ്റെ തെളിവാണ്.